മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നടുവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കരളിൻ്റെ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, തലയിലുള്ള മുഴ, നടക്കാൻ പറ്റാത്ത അവസ്ഥ, കാലിൻ്റെ വേദന, നീർക്കെട്ട്, നീരുവച്ച അവസ്ഥ, അലർജി രോഗങ്ങൾ, മാരക രോഗപീഠങ്ങൾ, പ്രമേഹത്തിൻ്റെ അവസ്ഥ, ഷുഗറിൻ്റെ അല്ലെങ്കിൽ പ്രഷറിൻ്റെ വലിയ സീരിയസ് ആയ അവസ്ഥകളൊക്കെ കടന്നു പോകുന്നവരുണ്ട്. ഹാർട്ടിന് പ്രശ്നമുള്ളവർ ഒക്കെയുണ്ട്. കുടലിന് പ്രശ്നമുള്ളവർ, ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു വീടില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, പഠന പുരോഗതി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ ഈ അൽത്താരയിൽ ഇരിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. SLC +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, +1 പരീക്ഷ, ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ, വിവിധ ഭാഷ പഠിക്കുന്നവർ, നഴ്സിംഗ് പഠിക്കുന്നവർ, മെഡിസിന് പഠിക്കുന്നവർ എന്നിങ്ങനെ വിവിധ നിയോഗങ്ങളുണ്ട്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒക്കെ, ഞങ്ങളിൽ സാമ്പത്തിക പ്രയാസത്തിൽ കടന്നു പോകുന്നവർ, കടബാധ്യതർ, വീടും സ്ഥലമൊക്കെ ജപ്തിയുടെ വക്കിലിരിക്കുന്നവർ, നല്ലൊരു വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, അവർ സ്വഭാവദൂഷ്യം സകലതിനെയും വിശുദ്ധ യൂദാശ്രീകളുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗം മൂലം വിഷമിക്കുന്നവർ, സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്.